ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ കുറച്ച് വളമിട്ടാലോ. അപ്പോൾ നമ്മൾ നമ്മുടെ പച്ചക്കറിക്ക് ഇടാൻ പോകുന്ന ജൈവവളം എല്ലാ വീട്ടിലും സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. മുട്ടത്തൊണ്ടും കഞ്ഞിവെള്ളം. കഞ്ഞി വാർക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് ഒഴിക്കും. തണുത്ത് കഴിയുമ്പം ഇത് കുറച്ച് നാളായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്നത് മുട്ടത്തൊണ്ടാണ്. നമുക്കപ്പോൾ ഇത് പൊടിച്ച് ചെടികൾക്കൊക്കെ ഇടാം. മുട്ടത്തൊണ്ട് സൂക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. അതിൻ്റെ ഒരു നാറ്റമുണ്ട്. ഒരു മാസം കൂടെ വേണ്ടതായിരുന്നു. പൊടിച്ചു വന്നപ്പോഴത്തേനും ഇതേ കുറച്ചേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഉത്സാഹമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രത്യേക ഉത്സാഹം ഉണ്ടായിരിക്കുമല്ലോ. നിറച്ചുണ്ടായിരുന്നെങ്കിലും പൊടിച്ചപ്പോഴത്തേക്ക് കുറച്ചല്ലായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 5-6 എണ്ണത്തിന് ഇട്ടപ്പോഴത്തേക്കും മുട്ടത്തൊണ്ടെല്ലാം തീർന്നുപോയി. നമുക്ക് കൂടുതൽ ശേഖരിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ചെടിക്ക് വിടണം. ഇവിടെ ഇപ്പോൾ രാവിലെയാണ് കേട്ടോ. ഞാൻ എല്ലാവർക്കും ആവശ്യത്തിന് വെള്ളമൊക്കെ കൊടുക്കുവാണ്. രാവിലെ നന്നായിട്ട് വെള്ളമൊക്കെ കൊടുത്താലേ ഉച്ചയ്ക്കത്തെ വെയിലൊക്കെ താങ്ങി വൈകുന്നേരം വരെ നിൽക്കാൻ ഇവർക്ക് പറ്റുള്ളൂ. കഞ്ഞിവെള്ളം ചെടിക്ക് ഒത്തിരി നല്ലൊരു വളമാണെന്ന് കേട്ടത് കാരണം ചോറ് വാർക്കുമ്പോൾ കഞ്ഞിവെള്ളം എടുത്ത് വെക്കും. ഇത് നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ വൈകുന്നേരം കൊണ്ടുപോയി ഒഴിക്കാം. എല്ലാവർക്കും ആവശ്യത്തിന് കുടിക്കാൻ മാത്രമൊന്നും കഞ്ഞിവെള്ളം ഇല്ല. നമുക്ക് ഉള്ളതുപോലെയൊക്കെ കൊടുക്കാം. ഇന്ന് കൊടുത്തവർക്ക് നാളെ കൊടുക്കണ്ട. അങ്ങനെ മാറ്റി മാറ്റി അപ്പനും മോനും കൂടി ഇവിടെ ചെടിക്കൊക്കെ താങ്ങ് കൊടുക്കുക കേട്ടോ. ചില ചെടികളൊക്കെ കുറച്ച് വളർന്നപ്പോഴത്തേനും പ്രത്യേകിച്ച് തക്കാളി പെടന്നു പോവോ എന്നൊരു പേടി. അതുകൊണ്ട് അതിനൊക്കെ കുറച്ച് സപ്പോർട്ട് കൊടുക്കാമെന്ന് ഓർത്തു. കെട്ടാൻ കയറില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ വാഴയെന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇത് ആക്ച്വലി നല്ലൊരു വള്ളിയാട്ടോ, അങ്ങനെ പോകത്തൊന്നുമില്ല. ഈവനിങ് നമ്മൾ ചെടികളെല്ലാം ഒന്നുകൂടെ നനയ്ക്കും കേട്ടോ, ഉച്ചയ്ക്ക് വെയിൽ കൊണ്ടതിൻ്റെ വാട്ടമൊക്കെ പോവാൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.